നമസ്കാരം. പാക് ചാര സംഘടനയായ ISIയുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനയായ ഷഹസാദ് ഭട്ടി അഥവാ ഷഹസാദ് ഭട്ടി നെറ്റ്വർക്കിന്റെ 253ഓളം ഭീകരവാദികളെയാണ് ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പിടികൂടിയത്. കേരളത്തിൽ നിന്ന് 2 പേരെയാണ് പിടികൂടിയിരിക്കുന്നത്. വലിയ നെറ്റ്വർക്കാണ് ഷഹസാദ് ഭട്ടി നെറ്റ്വർക്ക്. പാകിസ്ഥാനികളല്ല, ഇന്ത്യയിൽ ലോക്കലായി പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഭീകരവാദികളെ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഭീകരവാദികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. വിവിധ ആയുധങ്ങളും ഐഡിയും അതോടൊപ്പം തന്നെ പെട്രോൾ ബോംബ് നിർമ്മിക്കുവാനുള്ള സാമഗ്രികളും അടക്കമാണ് ഇവരുടെ കൈകളിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത്. വളരെ ശക്തമായ ഓപ്പറേഷൻ ആയിരുന്നു കേന്ദ്രസേന നടത്തിയത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷായാണ് ഈ വിവരം മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. ഭാരതത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ ശക്തമായ രീതിയിലുള്ള ഓപ്പറേഷനുകൾക്കാണ് പാകിസ്ഥാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിരുന്നത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് വരുന്ന ദിവസങ്ങളിലാണ്. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം നടത്തിയ ഓപ്പറേഷനുകളിലാണ് ഈ 253 പേരെയും പിടികൂടാനായത്. കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ വളരെ ശക്തമായ നെറ്റ്വർക്കുകളാണ് ഇവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഭീകരവാദ സംഘടനകളുടെ ഇപ്പോഴത്തെ ഒരു ഓപ്പറേഷൻ രീതി വളരെ ലോക്കലായി കിട്ടുന്ന ആൾക്കാരെ സജ്ജീകരിച്ചുകൊണ്ട് അവരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഭീകരവാദ ഓപ്പറേഷനുകൾ, ചെറിയ ഭീകരവാദ ഓപ്പറേഷനുകളാണ് ആദ്യം അവർ പദ്ധതി ഇട്ടിരുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ലോക്കലായി, അതായത് RDX ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ വിദേശത്ത് നിന്ന്, പാകിസ്ഥാനിൽ നിന്ന് അടക്കം കൊണ്ടുവന്ന് ഇവിടെ വെച്ച് സ്ഫോടനങ്ങൾ നടത്തുന്നതിന് ഒരു സുരക്ഷാ പ്രശ്നമുണ്ട്. അതായത് ഈ ഭീകരവാദികളുടെ ഒരു സുരക്ഷാ പ്രശ്നമുണ്ട്. കാരണം ഇത്തരം ആൾക്കാർ പെട്ടെന്ന് തന്നെ പിടിയിലാകാനുള്ള സാധ്യതയെ മുൻനിർത്തിക്കൊണ്ട് വളരെ ലോക്കലായി കിട്ടുന്ന ആയുധങ്ങളും അതോടൊപ്പം തന്നെ സ്ഫോടക വസ്തുക്കളും വച്ചുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഓപ്പറേഷനുകൾ ഇവർ ചിട്ടപ്പെടുത്തിയിരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് കശ്മീരിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഒക്കെ അത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ നടത്തുവാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചു വെച്ചിരുന്ന, അത്തരത്തിൽ രൂപീകരിച്ചിരുന്ന സംഘങ്ങളെ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. ഡോക്ടേഴ്സ് അടക്കം ഇവരിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അൽഫല യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന വൈറ്റ് കോളർ ടെററിസത്തിന്റെ ബാക്കി പത്രങ്ങളായിട്ട് ഇന്ന് രാജ്യവ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സ്ലീപ്പർ സെല്ലുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ സമഗ്രമായ അന്വേഷണങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായിട്ടും അതിൽപ്പെട്ട ഒരാളും തന്നെ രക്ഷപ്പെടുവാൻ പോകുന്നില്ല. ഭാരതത്തിന്റെ സുരക്ഷ വളരെ പഴുതടച്ച സുരക്ഷാ സംവിധാനത്തിന് കീഴിൽ തന്നെയാണ് ഭാരതം മുന്നോട്ട് പോകുന്നത്. പക്ഷെ അപ്പോഴും നമ്മെ ആശങ്കയിലാക്കുന്ന കാര്യം, ഭാരതത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ വിശ്വസിക്കുവാൻ വേണ്ടിയിട്ട് ഭാരതത്തിനകത്ത് പ്രവർത്തിക്കുന്ന ചില രാഷ്ട്രീയ കക്ഷികൾക്ക് പോലും, അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാർക്ക് പോലും സാധിക്കുന്നില്ല എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇന്ത്യൻ മിലിറ്ററിയെ പോലും ചില കാര്യങ്ങളിൽ ചോദ്യം ചെയ്തുകൊണ്ടാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിറഞ്ഞത് എന്നുള്ളതാണ്. ഇത്തരം ആൾക്കാരെയാണ് കൂടുതലായി സൂക്ഷിക്കേണ്ടത്. കാരണം അവർ ഭാരതത്തിന്റെ സുരക്ഷയിൽ വെള്ളം ചേർക്കുന്നതിന് കാരണമാകും. അത് ജാഗ്രതയോടുകൂടിയാണ് അത്തരം ആൾക്കാരെ നമ്മൾ കാണേണ്ടത് എന്നതാണ്. ഭരണത്തിൽ വരുവാൻ വേണ്ടിയിട്ട് എന്തും പറയുന്ന, എന്തും പ്രവർത്തിക്കുന്ന തരത്തിൽ അവർ മാറാൻ പാടില്ല. രാജ്യത്തിന്റെ സുരക്ഷ വളരെയധികം പ്രാധാന്യമേറിയത് തന്നെയാണ്. ഈ ഷഹസാദ് ഭട്ടി നെറ്റ്വർക്ക് ഓരോ അംഗങ്ങളും വളരെയധികം അപകടകരമായ രീതിയിലാണ് രാജ്യത്ത് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത്തരം ആൾക്കാരെ പിടികൂടാനായത് വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന പല സ്ഫോടനങ്ങൾ നടക്കുമായിരുന്നു. എന്തായാലും അവരെ കീഴ്പ്പെടുത്തുവാൻ കേന്ദ്രസേനയുടെ വളരെ സമർത്ഥമായ ഓപ്പറേഷനിലൂടെ സാധിച്ചു എന്നത് വലിയ കാര്യം തന്നെയാണ്.